നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഇവിടെ തീർന്ന നരകനാക്കുക എന്ന് വെച്ചാൽ മോക്ഷം കൊടുക്കുക എന്നാണ് അർത്ഥമാക്കി പറയുന്നത്. അങ്ങനെ നരകാസുരന് മോക്ഷം കൊടുത്തതിന് ശേഷം പിന്നീട് ആ ഭൂമിദേവി ആ നരകാസുരന്റെ മകനായിട്ടുള്ള ഭഗദത്തന് രാജ്യം കൊടുക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെ ഭൂമിദേവി ഭഗവാനെ വളരെയധികം സ്തുതികളാൽ സ്തുതിക്കുന്നതൊക്കെ ഈ ഭാഗവതത്തിൽ ഉണ്ട്. ആ ഒരു വളരെ പ്രശസ്തമായ ഒരു സ്തുതിയാണ് നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രയേ. ഇത് ഭൂമിദേവി ഭഗവാനെ സ്തുതിച്ച വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്തുതിയാണ്. അപ്പൊ അതാണ് 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സ്തുതഃ ഭൂമ്യാ രാജ്യം സപദി ഭഗദത്തേ അസ്യ തനയേ ഗജം ച ഏകം ചൈകം ദത്വാ പ്രജിഘയിഥ നാഗാൻ നിജപുരീം ഖലേന ആബദ്ധാനാം സ്വഗതമനസാം ഷോഡശ പുനഃ സഹസ്രാണി സ്ത്രീണാം അപി ച ധനരാശിം ച വിപുലം. സപതി പെട്ടെന്ന് തന്നെ ഭൂമ്യാ സ്തുതഃ ഭൂമിദേവി വന്ന് സ്തുതിച്ചു. ഒപ്പം അസ്യ ഈ നരകാസുരന്റെ തനയെ മകനായിട്ടുള്ള ഭഗദത്തന് രാജ്യം ആ രാജ്യം കൊടുക്കണമെന്നും ഏകം ഗജം ച ഒരു 4 കൊമ്പുള്ള ഒരു ആനയെ ആ ഭഗദത്തന് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇത് രണ്ടും ആ ഭഗദത്തന് ദത്വാ കൊടുത്തിട്ട് മറ്റുള്ള ആനകളെ നാഗാൻ മറ്റുള്ള ആനകളെയൊക്കെ തന്നെ നിജപുരിം തൻ്റെ നഗരിയായിട്ടുള്ള ദ്വാരകയിലേക്ക് പ്രജിഘയിഥ അങ്ങ് അയച്ചു എന്നാൽ ഭഗവാൻ അപ്പോൾ കൂടെ പോയില്ല, അതുകൊണ്ടാണ് അയച്ചു എന്ന് പറഞ്ഞത്. പുനഃ അതിനുശേഷം ഖലേന ആ ദുഷ്ടനായിട്ടുള്ള നരകാസുരനാൽ പല രാജ്യത്തിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന അപഹരിച്ചു കൊണ്ടുവന്ന അങ്ങനെ ആബദ്ധാനാം അവിടെ ബന്ധനത്തിൽ വച്ചിരുന്ന സ്വഗത മനസാം അങ്ങനെ വച്ചിരുന്ന കുറെ സ്ത്രീകളുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഭഗവാൻ അവരെ സ്വതന്ത്രരാക്കാൻ പോയ സമയത്ത് ഭഗവാനെ കണ്ടതും ഭഗവാനിൽ അനുരക്തരായി. അങ്ങനെ സ്വഗത മനസാം തന്നിൽ മനസ്സുവെച്ച ആ സ്ത്രീണാം ആ സ്ത്രീകളെ മുഴുവൻ അവരെത്രയുണ്ടായിരുന്നു? ഷോഡശ സഹസ്രാണി. ഷോഡശം 16, 16 സഹസ്രം 1000. അങ്ങനെ 16,000 സ്ത്രീകൾ ആ നരകാസുരനാൽ ബന്ധനസ്ഥരായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവരെ മുഴുവൻ ഭഗവാൻ സ്വീകരിച്ചു. അങ്ങനെ അവരെയും അവിടുന്ന് കല്യാണം കഴിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് അവരെ തൽക്കാലം ദ്വാരകയിലേക്ക് അയച്ചു. അപിച്ച മാത്രമല്ല വിപുലം വളരെ വലിയ ഒരു കണക്കറ്റ എണ്ണമില്ലാത്ത
ധനരാശിയും ധനസമൂഹമുണ്ടായിരുന്നു ഈ നരകാസുരന്. കാരണം പല രാജാക്കന്മാരെയും കൊള്ളയടിച്ചിട്ടാണ് ഈ സ്ത്രീകളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കൊള്ളയടിച്ചപ്പോൾ ആ രാജ്യവും കൊള്ളയടിച്ചിരുന്നു. അങ്ങനെയാണ് കണക്കറ്റ സ്വത്തും ഒക്കെ ആയിട്ട് ഇവിടെ വച്ചിരുന്ന ഇതിനെയൊക്കെ തന്നെ ഭഗവാൻ തൻ്റെ ദ്വാരകയിലേക്ക് അയച്ചു. അപ്പൊ ഭൂമിദേവി ഭഗവാനോട് സ്തുതിച്ചുകൊണ്ട് പറഞ്ഞത്, നരകാസുരനെ വധിച്ചു, സാരമില്ല, അവൻ വധിക്കപ്പെടേണ്ടവനാണ്, പക്ഷെ ആ വംശം നിലനിർത്തണം. അതുകൊണ്ട് നരകാസുരന്റെ മകനായിട്ടുള്ള ഭഗദത്തിന് രാജ്യവും ഒപ്പം ഈ കൊമ്പനാനകളിൽ ഒന്നിനെയും കൊടുക്കണം എന്ന് ഭൂമിദേവി പ്രാർത്ഥിച്ചതനുസരിച്ച് ഭഗവാൻ അത് കൊടുത്തു. ബാക്കിയുള്ള 60ഓളം ആനകളിൽ മറ്റുള്ള ആനകളെയും ഒപ്പം തന്നെ തന്നിൽ പ്രണയാതുരരായിട്ടുള്ള അവിടുത്തെ ആ സ്ത്രീജനങ്ങൾ, അവിടെ ബന്ധനസ്ഥരായിട്ടുണ്ടായിട്ടുള്ള 16,000 സ്ത്രീകളെയും ഭഗവാൻ ദ്വാരകയിലേക്ക് അയച്ചു. മാത്രമല്ല ആ നരകാസുരൻ തൻ്റെ കയ്യിൽ വെച്ചിരുന്ന വിപുലമായിട്ടുള്ള ധനരാശിയെയും ധനസമൂഹത്തെയും ഭഗവാൻ ദ്വാരകയിലേക്ക് അയച്ചു എന്ന് പറയാണ്. ശ്ലോകം 8. സ്തുതോ ഭൂമ്യാ രാജ്യം സപതി ഭഗദത്തേസ്യ തനയേ ഗജം ചൈകം ദത്വാ പ്രജിഗയിത നാഗാൻ നിജപുരീം ഖലേനാബദ്ധാനാം സ്വഗതമനസാം ഷോഡശപുന സഹസ്രാണി സ്ത്രീണാമഭിജ ധനരാശിം ച വിപുലം. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും പ്രണാമം. എല്ലാ ഗുരുജനങ്ങളെയും പൂർവികരെയും സ്മരിക്കുന്നു. വേദവ്യാസിനെയും അദ്ദേഹത്തിൻ്റെ അവതാരമായ മേപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനെയും നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവായൂരപ്പനെയും ഓർക്കുന്നു. ഗ്രാമദേവത, കുടുംബദേവത, പരദേവത അവരെയൊക്കെ സ്മരിക്കുന്നു. ദശകം 81, ശ്ലോകം 8. ഭഗവത്ലീലകളുടെ വിചിത്ര സ്വഭാവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നരകാസുരന് സായുജ്യം കൊടുത്ത ശേഷം അതിൽ വളരെ സന്തുഷ്ടയായി തീർന്ന ഭൂമിദേവിയുടെ അവതാരമായിരിക്കുന്ന സത്യഭാമ ഭഗവാനെ നല്ലോണം സ്തുതിച്ചു. കാരണം ഭഗവാന്റെ മഹിമ ഭൂമിദേവിക്ക് നല്ലോണം അറിയാം. എപ്പോഴൊക്കെ ഭൂഭാരം ഉണ്ടാകുന്നുണ്ടോ, ഭൂമിക്ക് ദോഷം സംഭവിക്കുന്നുണ്ടോ, അപ്പോഴൊക്കെ സാക്ഷാൽ ഭഗവാൻ നാരായണൻ അവതരിച്ച് ഭൂമിക്ക് ആശ്വാസം പ്രദാനം ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഭൂമിദേവിയുടെ അവതാരമായിരിക്കുന്ന സത്യഭാമ സ്തുതിച്ചു. അതിനുശേഷം നരകാസുരൻ്റെ മകനായിരിക്കുന്ന ഭഗദത്തൻ, വളരെ രസമായൊരു പേരാണിത്. ഭാഗം ദത്തമായി കിട്ടിയ ആൾ. നമ്മുടെയൊക്കെ അവസ്ഥയാണിത്. പലതും നമുക്ക് ദത്തമായി കിട്ടുന്നതാണ് പൂർവികരിൽ നിന്ന്. രോഗമായാലും സ്വഭാവമായാലും മറ്റു ഗുണങ്ങളായാലും ദോഷങ്ങളായാലും ഇതൊക്കെ പൂർവികരിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടാറുണ്ട്. അങ്ങനെ ഭാഗം വാങ്ങിച്ചവരാ നമ്മളൊക്കെ. സ്വത്ത് മാത്രമല്ല, ഒരു രോഗത്തിനെ നിർണ്ണയിക്കുന്ന സമയത്ത് ഡോക്ടർ ഈ രോഗം പൂർവികർക്ക് ഉണ്ടായിരുന്നു, അത് പാരമ്പര്യമാണോ എന്ന് പരിശോധിക്കാറുണ്ട്. അപ്പോൾ ആ വാക്ക് വളരെ പ്രധാനമാണ്. അങ്ങനെ ഭഗദത്തൻ എന്നു പേരുള്ളതായ നരകാസുരൻ്റെ മകനെ പ്രാഗ്ദൂഷപുരത്ത് അവിടെ രാജാവായി അഭിഷേകം ചെയ്ത് 4 കൊമ്പന്മാരിലെ ഒരു 4 കൊമ്പനെ അദ്ദേഹത്തിന് കൊടുത്തു. അതുപോലെ അവിടെ ബന്ധിക്കപ്പെട്ടതായിട്ടുള്ളതായ കുറേ സ്ത്രീകളുണ്ട് അവിടെ. ബാക്കിയുള്ളതായ 4 കൊമ്പന്മാരെയൊക്കെ ദ്വാരയ്ക്ക് കൊണ്ടുപോകാനുള്ളതായ ഏർപ്പാടാക്കി. അതുപോലെ
ധാരാളം ധനവും അവിടുന്ന് കിട്ടി. അതും ലോക നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് അതും ദ്വാരകയിലേക്ക് കൊണ്ടുപോകാനുള്ളതായ ഏർപ്പാടായി. അവിടെ ബന്ധനത്തിൽ കിടക്കുന്നതായ 16,000 സ്ത്രീകളുണ്ട് ഇവിടെ. അവരെയൊക്കെ മോചിപ്പിച്ചു. ഏതൊക്കെയോ രാജ്യത്തുനിന്ന് ഇവിടെ നോക്കിയോ കൊണ്ടുവന്നതാണ് അവരെയൊക്കെ. പല ഛായ, പല സംസ്കാരം, അങ്ങനെ ഉള്ളവരാണ് അവരൊക്കെ. ഓരോ രാജ്യത്തു നിന്ന് കൊണ്ടുവന്നതായതുകൊണ്ട് തന്നെ അവരൊക്കെ വ്യത്യസ്തരായിരുന്നു. എങ്കിൽ കൂടിയിട്ടും ഭഗവാൻ സർവത്തിനും അധിപനായതുകൊണ്ടും ഈശ്വരനായതുകൊണ്ടും ഭഗവാനെ കണ്ടതോടുകൂടി തന്നെ ആ സ്ത്രീജനങ്ങൾക്കൊക്കെ ഒരു നാഥനെ കണ്ട പോലെ, ഒരു രക്ഷിതാവിനെ കണ്ട പോലെ, ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഭഗവാനെ കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. അവർക്കൊക്കെ ഭഗവാനിൽ നല്ല അനുരാഗവും ഭക്തിയും ഒക്കെ തോന്നി. അതുകൊണ്ട് അവരെയൊക്കെ മോചിപ്പിച്ചു. മോചിപ്പിക്കുക മാത്രമല്ല, അവരെല്ലാവരെയും ഭഗവാൻ ദ്വാരയിലേക്ക് കൊണ്ടുപോകാനുള്ളതായ ഏർപ്പാട് ചെയ്തു. അങ്ങനെയാണ്. ആലോചിച്ച് നോക്കൂ, സാമൂഹ്യ തലത്തിലുണ്ടാവുന്ന ദോഷങ്ങളെ തീർക്കുക. ഈ സ്ത്രീകൾ നരകാസുരൻ്റെ ജയിലിൽ കിടന്നതാണ്, തടവിൽ കിടന്നതായതുകൊണ്ട് അവർ മോചിക്കപ്പെട്ടാലും ആരും അവരെ സ്വീകരിക്കില്ല. അത് ഭഗവാനറിയാം. നരകാസുരൻ്റെ അടിമകളായിരുന്നു അവർ എന്ന ഒരു അവസ്ഥയിൽ അവരെ സ്വീകരിക്കാൻ ആരും ഉണ്ടാവില്ല. അനാഥകളായി തീർന്ന് അവർ സമൂഹത്തിന് ഭാരമായി തീരും എന്നുള്ളതാണ് അതിൽ നിന്നുണ്ടാകുന്ന അവസ്ഥ. അതുകൊണ്ട് അനാഥാവസ്ഥയിലേക്ക് അവരെ വിടാതെ സുരക്ഷിതരാക്കി തീർക്കണം അവരെ. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല പദവിയാണ് ഭഗവാന്റെ ഭാര്യാ പദവി. ഒരു മടി കൂടാതെയാണ് ഇവർക്കൊക്കെ അധികം പ്രദാനം ചെയ്തത്. സുഖിക്കാൻ വേണ്ടിയിട്ടല്ല, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് പറയും, ദ ഫസ്റ്റ് സോഴ്സിസ്റ്റ് ഓഫ് ദ വേൾഡ് ഈസ് ലോർഡ് കൃഷ്ണ എന്ന് പറയാറുണ്ട്. ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണത്. ഇത്രയും വലിയ സാമൂഹ്യ സേവനം മറ്റ് തരത്തിൽ വേണമെങ്കിൽ അവർക്ക് ഇതുവരെ കൊണ്ടുപോയിട്ട് വല്ല ജോലിയൊക്കെ കൊടുക്കാം. പക്ഷെ അവരുടെ ജീവിതം സുരക്ഷിതമാവില്ല. കൃഷ്ണപത്നി എന്നുള്ളതായ അവസ്ഥ അന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ആ പദവി കൊടുക്കാൻ തന്നെയാണ് ഭഗവാൻ നിശ്ചയിച്ചത്. അതൊരു വലിയൊരു ത്യാഗഭാവമാണ്, ത്യാഗമനോഭാവം തന്നെയാണ്. ഭഗവാന്റെ ഭക്തവാത്സല്യത്തിൻ്റെയും കരുണയുടെയും ഒരു ഭാഗമാണ് ഇത്. പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. സ്ത്രീ സുഖത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളല്ല സാക്ഷാൽ പരമാത്മാവായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ. സമൂഹ നന്മ, ലോക നന്മ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇത് ഓർമ്മ വയ്ക്കണം നമ്മൾ. ഏട്ടന് വിവരം അറിയിച്ചു, ഞാനിവിടുന്ന് വരുന്നുണ്ട്. ഇത്രയധികം സ്ത്രീകളും ധനവും ആനകളൊക്കെ ആയിട്ട് വരുന്നത്. ഗരുഡന് നല്ല പണിയാണ്, ട്രാൻസ്പോർട്ടേഷൻ നല്ലൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അദ്ദേഹം അതിന് കഴിവുള്ളതായതുകൊണ്ട് വളരെ അനായാസേന ഇതൊക്കെ ദ്വാരയിലേക്ക് എത്തിക്കാൻ ഏർപ്പാടാക്കി. അപ്പോൾ ബലരാമൂർത്തിയെ വിവാഹം നടക്കുന്ന സമയത്ത് ഭഗവാൻ പറയുണ്ടായിട്ടുണ്ടത്രേ, ഏട്ടന് വിവാഹത്തിനുള്ളതായ എല്ലാ സംവിധാനവും ഞാൻ ചെയ്തോളാം, എൻ്റെ വിവാഹങ്ങൾ ഏട്ടൻ നടത്തി തരണം എന്ന് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അന്ന് ബലരാമൂർത്തി വിചാരിച്ചില്ല ഇത്രയും വലിയൊരു വിവാഹങ്ങൾ, ഇത്രയും അധികം വിവാഹങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. ഏതായാലും ജ്യേഷ്ഠനായിരിക്കുന്ന ബലരാമനും വളരെ സന്തോഷമായിട്ടുണ്ടാവും. തൻ്റെ അനുജൻ്റെ ഓരോ പ്രവൃത്തിയും മാതൃകാപരമായതുകൊണ്ട് തന്നെ. അങ്ങനെ ഭഗവത്തിന് രാജാവാക്യവും ഒരു ആനയും കൊടുത്തു. ആ സ്ത്രീജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ദ്വാരകയിലേക്കും കൊണ്ടുപോയി. കൂട്ടത്തിൽ ധനവും കൊണ്ടുപോയി, ബാക്കിയുള്ള ആനകളെയും കൊണ്ടുപോയി. അങ്ങനെ ആ ലീലയുടെ മറ്റൊരു വശം നമ്മൾ കാണുകയാണ്. ഇതിലൊക്കെ പ്രകടമാവുന്നത് ഭഗവാന്റെ
ശക്തിയും മഹത്വവും കാരുണ്യവും ഒക്കെ തന്നെയാണ്. ഇതൊക്കെ മനസ്സിലാക്കി നമുക്കും ആശ്രയിക്കാം ഭഗവാനെ. ഹരിശരണം.